ഹീസ് നോട്ട് എ കോമണർ. 17 വയസ്സിൽ പിന്നെ ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡിങ് തുടങ്ങിയിട്ടുള്ള പിന്നെ ഈ കേരളത്തിലുള്ള ഒരുവിധം ചാനലിലെ എല്ലാ റിയാലിറ്റി ഷോസിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആളെങ്ങനെയാണ് കോമണർ ആകുന്നത്? ഗവൺമെന്റ് ജോലിയുണ്ട്, എങ്ങനെ കോമണർ ആകുന്നത്? ഒരു വരയിട്ട് അതിലൂടെ ഒരാൾ നടക്കണമെന്ന് വിചാരിക്കുന്നു, അയാൾ ബാക്കിയുള്ളിടത്ത് എൻ്റെ വരയെ കൂടെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ സൊസൈറ്റിക്ക് അത് പറ്റും? അതിനകത്ത് ബാക്കിയുള്ള മനുഷ്യരപ്പം മനുഷ്യരല്ലേ? ഞാൻ എനിക്ക് തോന്നിയ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനിടയിൽ അനീഷിനെ പോലെ ഒരാൾ വന്നിട്ട് പറയാണ് വരൂ ഇത് ചെയ്യൂ. അപ്പൊ ഞായിരിക്കും എന്തിന് അല്ല ഇത് ചെയ്യണം, അമ്മ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യും. വെരി സിമ്പിളാണ്. അപ്പൊ എൻ്റെ അടുത്ത് നിന്ന് 1000 പ്രാവശ്യം പറയണമെന്നുണ്ടെങ്കിൽ പറയും പറഞ്ഞു മ്യൂസിക് ഇടാൻ പറ്റിയിരുന്ന ഞാൻ മ്യൂസിക് ഇട്ട് അത് കേട്ടിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയേനെ. അനീഷിനൊരു ഓർഡർ ഉണ്ട്, ഒരു വരയിട്ട് അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അനീഷിന് ഇറിറ്റേഷൻ വരും. അനീഷ് കുറേ പ്ലാനും PR സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഗെയിം ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ള ആളാണ്. അവർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 5 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി ട്രെയിനിങ്ങിലാണ്. ഞാൻ അങ്ങനെ പണി കൊടുക്കാൻ വേണ്ടി പോയല്ല കേട്ടോ. കാരണം പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വേറെ ടാസ്കുകൾ ഇട്ട് വേറെ കുറെ പേരെ അകത്ത് വിട്ടായിരുന്നു. നമസ്കാരം. നല്ലപോലെ പോകുന്നുണ്ട്. ആൾക്കാർ ആക്ച്വലി പേഴ്സണലി പാവങ്ങളാണ്. ഇവർ ഈ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നിയത് എവിടെയോ വെച്ച് ഈ കുറേ കണ്ടസ്റ്റൻസിൻ്റെ തലയ്ക്കകത്ത് പിന്നെ വഴക്കുണ്ടാക്കലാണ് കണ്ടന്റ് എന്നുള്ളൊരു ഒരു ചിന്ത എവിടുന്നോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വെറുതെ വഴക്കിടുന്നതാണ്. പ്രത്യേകിച്ചായിട്ടും വഴക്കിന് അവിടെ അത്രയും വഴക്കിൻ്റെ ആവശ്യമില്ല അവിടെ. ആണ് നമുക്ക് യൂഷ്വലി അതിനകത്ത് ചെന്നിരുന്നാലും നമുക്ക് തമ്മിലൊക്കെ മനുഷ്യർക്ക് തമ്മിൽ സംസാരിക്കാൻ ഇഷ്ടം പോലെ മാറ്ററുകളുള്ള ഒരു സ്ഥലമാണല്ലേ. പക്ഷെ അവര് അതൊന്നും ചെയ്യാതെ വഴക്കിട്ട് നടക്കുന്നു. എന്നെ കൊണ്ടാവും ഇത് ഞാൻ അകത്തിയെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ടാസ്കുകൾ മര്യാദയ്ക്ക് ചെയ്യുക. ടാസ്ക് കുളവാക്കലല്ല അതിൻ്റെ സാധനം. ടാസ്കുകൾ ആക്ച്വലി നമ്മുടെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽസിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മേഖലയാണ്. നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് സെൽഫ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളെ ഒന്ന് എന്താ പറയുന്നത് ഒരു നമ്മളാരെന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നൊരു സ്പേസാണ്. നമുക്ക് ലൈഫിൽ അത്തരത്തിലുള്ള സ്പേസുകൾ കിട്ടാറില്ല. കാര്യം ഈ പറഞ്ഞ പോലെ ഐസൊലേഷനും പുതിയ ഇൻഫർമേഷൻസ് കിട്ടാതിരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പോയിരുന്നിട്ടുണ്ടോ? അപ്പം അങ്ങനെയുള്ള സ്പേസ് ആണത്. അപ്പൊ അത് നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാം. പക്ഷെ അവരങ്ങനെ യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. എനിക്ക് പറയാനുള്ളതൊക്കെ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. ഇപ്പൊ സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ അനീഷ് അനുമോളെ ജസ്റ്റ് ചൊറിയുന്ന പോലെ മീൻസ് കാര്യം പിന്നെ അനുമോള് കയറി എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്കൾക്ക് എന്താ തോന്നിയത്? ഒരു കാര്യമില്ല. നമ്മളൊരു വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ ഭയങ്കര നെഞ്ചടിപ്പോടെയാണ് അതിനകത്തേക്ക് ഞാൻ കയറിയിട്ടുള്ളത്. കാരണം എനിക്കറിയാത്ത ഒരു ഭൂമിക, അറിയാത്തൊരു സ്ഥലം. അപ്പൊ നമ്മൾ കയറുമ്പം എല്ലാ മനുഷ്യർക്കും ഒരു നെഞ്ചെടുപ്പോടെ ആയിരിക്കുമല്ലോ നമ്മൾ കയറുന്നത്, അല്ലേ? നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് ദൈവമേ ഇവിടെ എന്തായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് എല്ലാ മനുഷ്യരും. അങ്ങനെയാണ്. ചിലപ്പം അങ്ങനെ അല്ലാതെ ഭയങ്കര ധൈര്യമുള്ള മനുഷ്യരൊക്കെ കാണുമായിരിക്കും. ഞാൻ അകത്ത് കയറുമ്പോഴത്തേക്ക് നെഞ്ച് പടപടോന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. എന്തുമായിരിക്കും ഇതിനകം എന്നാണ് നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്തൊരു സ്ഥലം. പെട്ടെന്ന് കൊണ്ട് അതിനകത്തോട്ടങ്ങ് ഇടുകയാണ്. അങ്ങനെ അവർ കയറി വരുന്ന ഉടനെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ ഒരു ഡയലോഗായിരുന്നു. അത് ഞാനാണ് ഇതിന്റെ ഇനാഗുറൽ എപ്പിസോഡ് ഞാൻ കണ്ടത്. അങ്ങനത്തെ ഒരു ട്രെൻഡിലായിരിക്കും വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ പണി കൊടുക്കാൻ വേണ്ടി പോയല്ല കേട്ടോ. കാരണം പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വേറെ ടാസ്കുകൾ ഇട്ട് വേറെ കുറെ പേരെ അകത്ത് വിട്ടായിരുന്നു. ഞാനങ്ങനെ പണി കൊടുക്കാൻ വേണ്ടി പോയതല്ല. ഞാനൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പണി കൊടുക്കാൻ വേണ്ടി പോയതല്ല.
ഓക്കെ. അപ്പൊ ഈ അനീഷ് ചേട്ടനോട് ചെന്നപ്പോൾ അനീഷിന്റെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? അനീഷിനെ പറ്റി മാത്രമേ ചോദിക്കുകയുള്ളൂ അതോ ബാക്കിയുള്ളവരെ അല്ലല്ല, പറ്റി ചോദിക്കുമോ? ബാക്കിയുള്ളവർക്ക് ചോദിക്കും. നമ്മള് അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷ് അനീഷ് പേഴ്സണലി ഒരു ഇപ്പം എന്നോടുള്ള പെരുമാറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസ് വെരി നൈസ് ഗൈ. പിന്നെ അനീഷ് കുറേ പ്ലാനും PR സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഗെയിം ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ള ആളാണ്. അവർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 5 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി ട്രെയിനിങ്ങിലാണ്, ജോലി അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ട്. ജോലി റിസൈൻ ചെയ്തിട്ട് 5 വർഷമായിട്ട് ഞാൻ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തരണം. 5 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ വരുന്ന ഒരാൾ. അപ്പോൾ അയാളുടേതായ PR സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണല്ലോ ആ വീട്ടിനകത്തേക്ക് വരുന്നത്. അപ്പോൾ അവരാരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ ഗെയിം പ്ലാനിങ് കൊണ്ടാണ് പുള്ളി വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിരുന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അവിടെ അകത്ത് ചെന്നിട്ട് എല്ലാ മനുഷ്യരോടും ഞാനിരുന്ന് സംസാരിച്ചു. കാര്യം അതിന് വെളിയിൽ നിന്ന് കാണുന്നതല്ലല്ലോ അകത്തുള്ള ജീവിതം. അതുകൊണ്ട് ഞാൻ ഓരോ ഇൻഡിവിജ്വലിനടുത്തും ഇരുന്ന് സംസാരിച്ചു. ചിലർ ഞാൻ ചുമ്മാ കളിയാക്കി, ഞാൻ കളിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് അതിനിടയിൽ കൂടെ കൊടുക്കുന്നതാണ്. അത് പക്ഷേ അവരുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തെടുക്കണം. എനിക്ക് അതിനകത്ത് ഇന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, കാരണം അത് അവരുടെ ഗെയിമിനെ ബാധിക്കും. പക്ഷെ ഞാനിങ്ങനെ വളച്ചിങ്ങനെ പറഞ്ഞു പോകും, ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനകത്തുനിന്ന് അവർ മനസ്സിലാക്കണം. അല്ലാതെ ഓരോ ദിവസം പറഞ്ഞു കളിപ്പിക്കാനാണെങ്കിൽ പിന്നെ ഇതെന്ത് സ്ക്രിപ്റ്റഡ് ഷോ അല്ലല്ലോ ഇത്. ഇപ്പൊ ഞാനകത്ത് നിന്നിട്ട് പറഞ്ഞാൽ അപ്പോൾ നാളെ തൊട്ട് നിങ്ങൾ ഇങ്ങനെ കളിക്കണം, ഇങ്ങനെ കളിക്കണം, അത് അപ്പൊ എൻ്റെ ഗെയിമായി മാറി, അവരുടെ ഗെയിം അല്ലല്ലോ. അത് ഞാൻ ചെയ്യില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വളച്ചിങ്ങനെ പറഞ്ഞു പോകും. അതിൽ നിന്ന് അവർ ഉൾക്കൊള്ളാനുള്ള ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, ഇയാളാര് അകത്തി എന്നിങ്ങനെ ഉപദേശിക്കാനെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ആരുമല്ല, ഞാൻ അകത്തിയല്ലോ വെളിയിൽ നിന്ന് കണ്ടൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണ് എന്നുള്ള. അപ്പം ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന കാര്യം പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. അതൊന്നും ആരും ഫോളോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ കാരണം അവിടെ വരുന്ന എല്ലാ മനുഷ്യരെയും ഭയങ്കര സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന മനുഷ്യരാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ കയറിയപ്പോൾ വെറുതെ പറഞ്ഞു, ഞാൻ 2 ആഴ്ചത്തേക്കാണ് വന്നേക്കുന്നത്, എല്ലാ ഗെയിമിലും ഞാനും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ആകെ പാനിക് ആയിപ്പോയി. അതെന്തിനാ 2 ആഴ്ചത്തേക്ക് വരുന്നത്? അപ്പം അനീഷിന് ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെളിയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അനീഷിൻ്റെ ഇത്. കാരണം അപ്പോൾ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, അനീഷ് ഞാനോട്ട് ഇരുന്ന് കുറേ സംസാരിച്ചു. അപ്പോൾ ഞാൻ അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു, അനീഷ് എന്തിനാണ് ഒരാളത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് നിരന്തരമായി അവിടെ നിന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അനീഷ് അറിയാതെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, എനിക്കൊരു കാര്യം പറഞ്ഞ് വേറൊരാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇറിറ്റേഷൻ വരുമല്ലേ എന്ന് ചോദിച്ചു. അത് ടെലികാസ്റ്റ് ആയിരുന്നു ഉണ്ടല്ലേ? അപ്പം ഇറ്റ്സ് ലൈക്ക് അനീഷിനൊരു ഓർഡർ ഉണ്ട്, ഒരു വരയിട്ട് അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അനീഷിന് ഇറിറ്റേഷൻ വരും. എല്ലാ മനുഷ്യരും അങ്ങനെയല്ല. ഞാൻ അതിനകത്ത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊക്കെ എന്ന് പറയുന്നത് എൻ്റെ റൂട്ട് മാപ്പ് എടുത്ത ഇടിയപ്പം പോലെ ഇരിക്കും. കാരണം ഞാൻ എനിക്ക് തോന്നിയ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനിടയിൽ അനീഷിനെ പോലെ ഒരാൾ വന്നിട്ട് പറയാണ്, വരൂ ഇത് ചെയ്യൂ. അപ്പോൾ ആയിരിക്കും എന്തിനും അല്ല ഇത് ചെയ്യണം, അമ്മ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യും. വെരി സിമ്പിളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് 1000 പ്രാവശ്യം പറയണമെന്നുണ്ടെങ്കിൽ പറയും, പറഞ്ഞു മ്യൂസിക് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ മ്യൂസിക് ഇട്ട് അത് കേട്ടിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയേനെ എന്ന് പറയും. പക്ഷെ അത് അവിടെ അകത്താരും പറയുന്നില്ല, മനസ്സിലായേ? കാരണം പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് 20 പ്രാവശ്യം കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വന്തം അച്ഛനമ്മമാർ പോലും ആയിക്കോട്ടെ സഹിക്കാൻ പറ്റില്ല. കാരണം ഹ്യൂമൻ ബ്രെയിൻസ് അങ്ങനെയാണ്. പക്ഷെ പുള്ളിയുടെ ബ്രെയിൻ ഇങ്ങനെ ഒരു വര ഞാൻ പറഞ്ഞത് നടക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇതിനകത്ത് നിങ്ങൾക്ക് റിഫൈൻ ആകാൻ പറ്റുന്നൊരു സ്പേസാണിത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കും?
ഒരു വരയിട്ട് അതിലൂടെ ഒരാൾ നടക്കണമെന്ന് വിചാരിക്കുന്നു, അയാൾ ബാക്കിയുള്ളിടത്ത് എൻ്റെ വരയെ കൂടെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ സൊസൈറ്റിക്ക് അത് പറ്റും? നടക്കില്ല. അതിനകത്ത് ബാക്കിയുള്ള മനുഷ്യരപ്പം മനുഷ്യരല്ലേ? അതിനകത്ത് വരുന്ന ഓരോ ഇൻഡിവിജ്വൽസും ഓരോ സ്വഭാവമുള്ളവരാണ്. ബിഗ് ബോസിന്റെ ടാഗ് ലൈനായിട്ട് ലാലേട്ടൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് പിന്നെ നിങ്ങൾക്ക് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയാണെന്ന്. കണ്ണാടിയും സംഭവമൊന്നും അല്ലത്. അതെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഡിഫറെൻ്റ് സ്വഭാവമുള്ളവർ അതിനകത്ത് വന്ന് ഒരുമിച്ച് എങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു, ഒരുമിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ വേണ്ടി മാത്രമുള്ളൊരു സ്പേസാണ്. അതിനകത്ത് കിട്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ലേബലാണ് കോമണർ എന്ന് പറഞ്ഞത്. ഹീസ് നോട്ട് എ കോമണർ. 17 വയസ്സിൽ പിന്നെ ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡിങ് തുടങ്ങിയിട്ടുള്ള പിന്നെ ഈ കേരളത്തിലുള്ള ഒരുവിധം ചാനലിലെ എല്ലാ റിയാലിറ്റി ഷോസിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആളെങ്ങനെയാണ് കോമണർ ആകുന്നത്? ഗവൺമെന്റ് ജോലിയുണ്ട്, എങ്ങനെ കോമണർ ആകുന്നത്? ഇതൊക്കെ ഒരു ഗെയിം പ്ലാനിന്റെ ഭാഗമാണ്. എന്നിട്ട് ഇത് കേട്ടിട്ട് അപ്പൊ കേൾക്കുമ്പോൾ മനുഷ്യർക്ക് നമ്മളിൽ ഒരുത്തനാണ് സാധാരണക്കാരൻ. ആ സാധാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി അത് ചെയ്യരുത്. അപ്പം ഈ ഒരു ടെലിവിഷനിൽ അഭിനയിച്ചു, ഒരു സിനിമയിൽ അഭിനയിച്ചു, ഒരു പ്രോഗ്രാം ചെയ്തു, അപ്പോൾ നമ്മൾ അസാധാരണമായ ഒരു വ്യക്തിയായി മാറിയോ? അതെങ്ങനെയാണെന്നേ? എന്താ വ്യത്യാസം? ഈ സ്ഥിരമായിട്ട് ഇവിടെ എന്നെ പറയുന്ന ഒരു സാധനമാണ്, ഒരു സിനിമയിൽ അഭിനയിച്ചു പോയാൽ പിന്നെ തീർന്ന്, പിന്നെ അവൻ വേറൊരു ആളാണ്. ആക്ച്വലി അത് റേസിസമാണ്. അതായത് നമ്മുടെ സിനിമയിൽ ഇതിൽ തന്നെ നമ്മുടെ തൊഴിലാണ്, നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളൊരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുകയാണ്. നിങ്ങളൊരു ഇന്റർവ്യൂ കൊടുക്കുന്ന ആളാണെന്നിരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സെലിബ്രിറ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് 1008 കാര്യങ്ങൾ പിന്നെ ഇടപെടാൻ പാടില്ല, പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ തരുകയാണ്. അതെന്താണ്? ഈ സാധാരണക്കാർക്ക് എന്ത് കൊമ്പുണ്ട്? കാർഡാണ് കളിക്കുന്നത്. അല്ല, വാട്ട് ഡു യു തിങ്ക്? നിങ്ങളും ഈ സമൂഹത്തിലുള്ള ആളല്ലേ, നിങ്ങളൊരു മീഡിയ പേഴ്സണുമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താ തോന്നുന്നത്? ആ സാധാരണക്കാരനല്ലല്ലോ പുള്ളി. കാരണം അയാൾ ഓൾറെഡി 70 ദിവസം മുതൽ ഈസ് എ സെലിബ്രിറ്റിനോ. ഇനി ഞാൻ പറഞ്ഞ എല്ലാം മാറ്റി വയ്ക്കും. ഈസ് എ സെലിബ്രിറ്റിനോ. അപ്പൊ എന്താണ് ഈ മനുഷ്യരെ മുഴുവൻ മുതലെടുത്തുകൊണ്ട് അവരുടെ ജീവിതം കൊത്തിപ്പറിച്ച് പിന്നെ ചെയ്യാൻ വേണ്ടി അവിടെ എവരിഡേ ഈ പുള്ളി ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു നേരിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഇവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അതില്ല. അതല്ലേ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം. വി ട്രീറ്റ്, നമ്മൾ എല്ലാ മനുഷ്യരെയും ഒരേ തലത്തിൽ കൺസിഡർ ചെയ്യുമ്പം പിന്നെന്തിനാണ് അവിടെ അതിനകത്തൊരു വേർതിരിവ്? സാധാരണക്കാരൻ, സെലിബ്രിറ്റി, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള സെലിബ്രിറ്റീസ് വേറെ ആരൊക്കെയാ അതിനകത്തുള്ള സെലിബ്രിറ്റീസ്? അനുമോള് ടെലിവിഷനിൽ വരുന്നതാണ്, ഓക്കെ, നിങ്ങളുടെ സോ കോൾഡ് സെലിബ്രിറ്റി. പിന്നെ ആദില നൂറ എവിടുത്തെ സെലിബ്രിറ്റിയെ? ഏത് ഇൻഫ്ലുവൻസർ? ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന എങ്ങനെ ഇൻഫ്ലുവൻസർ ആകുന്നത്? എങ്ങനെ സെലിബ്രിറ്റി ആകുന്നത്? ഇൻസ്റ്റാഗ്രാമിന്റെ ആക്സസിബിലിറ്റി എത്രയാ? 5 വർഷമായിട്ട് ഇതിൽ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും ഓപ്പോസിറ്റ് ആർക്കും അറിഞ്ഞുകൂടാത്ത 2 പിള്ളേരും. ആരാണ് അപ്പൊ കോമണർ? സാവുമാൻ ആരാണ്? നിങ്ങൾക്കറിയാമായിരുന്നു ഈ സാവുമാൻ എന്ന് പറയുന്ന കക്ഷിയെ അല്ലേ? അപ്പം ആരാ കോമണർ? അപ്പോൾ എന്ത് വ്യാജമായ നിർമ്മിതിയാണ് ഇതൊരു വ്യാജ നിർമ്മിതി എന്ന് പറയും. നമ്മളുടെ മുമ്പിൽ ചില ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കും, ഞാൻ ഇങ്ങനെയാണ് എന്ന് അങ്ങനെ ആക്കി തീർക്കും. എന്നിട്ട് അത് വിശ്വസിക്കാൻ കുറെ മനുഷ്യരും വരും. അവർ ഒരിക്കലും ലോജിക് അപ്ലൈ ചെയ്യില്ല. ഞാനിപ്പോ ഇഷ്ടംപോലെ തെറി കേൾക്കുന്നുണ്ട്, പക്ഷെ ഐ ഡോണ്ട് ഗിവ് എ ഡാം. എനിക്കത് മാറ്ററേ അല്ല. ഞാൻ പറയാനുള്ളത് പറയുകയും ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ രജത് കുമാർ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് വന്നിരുന്നു. അപ്പം ഇയാളുടെ ഫാൻസ് സാധനമൊക്കെ ഞാൻ നോക്കും, ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ളൊരു സംഘം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫാൻ ആയിക്കോ ഒരാളുടെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട്, പക്ഷെ നിങ്ങൾ അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഐഡിയോളജിയെ ഫോളോ ചെയ്യാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. ദാറ്റ് ഐഡിയോളജി എന്താണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
മനസ്സിലായോ? ഇത് അൾട്ടിമേറ്റ്ലി ഓരോ മനുഷ്യര് അതിനകത്ത് പോകുമ്പം ഓരോ ലക്ഷ്യത്തോടെ ആയിരിക്കും പോണത്. എനിക്ക് ഇന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നാണ്. അപ്പം ഈ പുള്ളി പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാളുടെ സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫാൻ ആയിക്കോ, പക്ഷേ ഈ ഫാൻ ആകുന്ന ആളിൻ്റെ ഐഡിയോളജിയെ കുറിച്ച് ഫോളോ ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. തെറി അഭിഷേകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലവെള്ളപ്പാച്ചിൽ പോലെയായിരുന്നു. അയാൾ ചെയ്യുന്നത് കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ എല്ലാ മനുഷ്യരെയും ഇവർ കൂട്ടത്തോടെ സൈബർ അറ്റാക്ക് നടത്തി. ആൺ പെൺ ഭേദമന്യേ. മനസ്സിലായോ? ഓക്കെ, അകത്തിരിക്കുന്ന ഈ പുള്ളി ഇതറിയുന്നില്ല എന്നിരിക്കട്ടെ. അയാൾ പുറത്തു വരുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് ഭയങ്കര ഇമോഷണൽ ട്രോമ ഉണ്ടാക്കിയിട്ടുള്ള ആക്രമണമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഇതറിഞ്ഞാൽ ഇത്ര വലിയ നന്മമരവും ഐഡിയോളജിക്കലി പോളിഷ്ഡ് ഒക്കെ ഉള്ള ഒരാൾ എന്താ ചെയ്യേണ്ടത്? ശരിയായില്ല അത്. അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കിയതിന് ഞാൻ എന്ന് പറയേണ്ട ഒരു അന്തസ്സില്ലേ? അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ തന്നെയല്ലേ കറക്റ്റ്? കാരണം നമ്മള് ചില റിയാലിറ്റീസിനെ ഒന്നാമത് ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും ഒരുവിധപ്പെട്ട ആളുകളും പറയില്ല. എന്താ കാര്യം എന്ന് അറിയാമോ? ആളുകൾക്ക് ഭയമാണ്. നമ്മളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവോ, നമ്മൾ കൊടൂരമായ സൈബർ ആക്രമണം നേരിടുന്ന ഭയമാണ്. ആ ഭയം എനിക്കില്ല. എന്നെ തെറി വിളിച്ചോ കുഴപ്പമില്ല. ഞാൻ എന്ന് റോങ് ആയിട്ടൊരു സാധനം പറഞ്ഞോ, ആ റോങ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പം ഞാൻ അത് റോങ് ആണെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് ബോധ്യപ്പെട്ടാൽ, ചൂണ്ടിക്കാണിച്ചെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അതിന് മാപ്പ് പറയും. അല്ലാത്തടത്തോളം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വളരെ ബോൾഡായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. യു ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ഇല്ലെങ്കിൽ എൻ്റെ ആൻസറുകൾ നിങ്ങൾ കാണണ്ട. ഇത് പറയുന്നത് എല്ലാവരും ഒരു ബബിളിനകത്ത്, ഒരു കുമിളക്കകത്ത് ഇങ്ങനെ അങ്ങ് പോകാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആ കുമിളക്കകത്ത് പോയാൽ നമ്മളെവിടെ എത്തത്തില്ല. കാരണം ഇപ്പൊ ഒരു പുതിയ പ്രയോഗമുണ്ട്, റിയൽ ലൈഫ് എന്ന് പറയുന്നത്. റിയൽ ലൈഫിൽ അത് ഓക്കെയാണ്. റിയൽ ലൈഫ് വരുമ്പം ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നല്ല. എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ റിയൽ ലൈഫിൽ ഇത് പറയാൻ തയ്യാറാകുന്നത്. ഇത് റീലിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് തെറി വഴി എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് പാടച്ച് മിണ്ടായിരുന്നൂടെ? എനിക്കിതിൽ പ്രതികരിക്കായിരുന്നൂടെ? എനിക്കിതിൽ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് പേഴ്സണലി എന്ത് ഗെയിനാണ് ഉണ്ടാകുന്നത്? ഒന്നും ഉണ്ടാകാൻ പോണില്ല. എനിക്ക് തെറി കൂടുതൽ കിട്ടും, എന്നെ കൂടുതൽ നെഗറ്റീവായിട്ട് ആളുകൾ പോർട്രേ ചെയ്യും, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഫാക്റ്റ് റിമൈൻസ്. ആ ഫാക്റ്റ് ആരെങ്കിലും പറയണ്ടേ? പറയുന്നുണ്ട്, തെറിയും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഇന്റർവ്യൂ തരാൻ നിരന്തരമായിട്ട് കേൾക്കാൻ പറ്റില്ല. എനിക്ക് ഫാമിലിയൊക്കെ ഉള്ളതല്ലേ. ഈ കൊച്ചുങ്ങളൊക്കെ പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ ഇത് കാണും. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അധികം കൊടുക്കില്ല. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതും ഒരു സത്യം വിളിച്ചു പറയുമ്പോൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് PR-ന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് തോന്നുന്നു. സ്വാഭാവികമല്ലേ? കാര്യം സംഘങ്ങളുണ്ടാവും. മനസ്സിലായോ? ഈ പോകുന്നതിന് മുന്നേ PR-നെ ഏൽപ്പിച്ചിട്ട് പോകുന്ന അതൊരു ട്രിഗർ പോയിന്റ് മാത്രമാണ്. ബാക്കിയുള്ളവർ തനിയെ വന്നു കൂടുന്നവരാണ്. അവരൊന്നും പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരല്ല. അവരാ ഓളത്തിനകത്ത് വീണു പോകുന്നവരാണ്. പിന്നെ സോഷ്യൽ മീഡിയയുടെ പാറ്റേൺ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പോസ്റ്റ്, ഒരു കാര്യം പറയുന്നു, അത് ഇടുന്നു. അത് ഹെഡറിൽ തന്നെ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അത് ഹെഡർ ഇടുന്ന ആളുടെ ആദ്യത്തെ കമന്റ്, രണ്ടാമത്തെ കമന്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പം കുറെ നെഗറ്റീവ് കമന്റ് ആദ്യം വീഴുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് മുഴുവൻ, കാരണം പീപ്പിൾ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ്. അത് സൈക്കോളജിക്കൽ സാധനമാണ്. നെഗറ്റീവേ വിചാരിക്കുള്ളൂ. അതിന് PR ആളുകൾ റെഡിയായി നിൽക്കും. ആ ആദ്യത്തെ കമന്റ്സ് മുഴുവൻ അവർ ഇട്ട് നിറയ്ക്കും. പിന്നെ ബാക്കി വന്ന് കാണുന്ന ആളുകൾ അതിലേ ഇട്ടുകൊണ്ടേ പൊയ്ക്കൊണ്ടിരിക്കും. അതൊരു പാറ്റേൺ ആണ്. മനസ്സിലായി? ആ പാറ്റേണിനകത്ത് ഇവർ പെട്ടുപോകുന്നു. കാര്യം അവരിതിൻ്റെ റിയാലിറ്റിയെ കുറിച്ച് ആലോചിക്കുന്നില്ല. കാരണം
അവർക്ക് 1008 ജോലിയുണ്ട്. ജോലി, സാധനം, ഇത് തിരക്ക്, വീട്ടിലെ കാര്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞുള്ള സമയത്ത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ഓക്കെ, എന്നാ പിന്നെ 2 തെറി അങ്ങോട്ടേ ചാമ്പുന്നു, അത്രയേ ഉള്ളൂ, പോകുന്നു.